സാന്ത്വന സാജുണ്ട് വിവരങ്ങൾ നൽകാനായി. ഒപ്പം തന്നെ കോഴിക്കോട് വടക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾക്കായി സലാം മുഹമ്മദിനെയും നമുക്ക് കോൺടാക്ട് ചെയ്യാം. ആദ്യം സാന്ത്വനയിലേക്ക് പോവുകയാണ്. സാന്ത്വന, മഴ മുന്നറിയിപ്പ് 3 ജില്ലകളിൽ നിന്നിപ്പോൾ ഓറഞ്ച് അലേർട്ട് പറയുന്നുണ്ട്. മഴയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് ഈ മഴക്കെടുതികൾ വലിയ രീതിയിൽ ഉണ്ടാകുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, ആളുകളൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ പോകേണ്ട വരുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അടുത്ത 5 ദിവസത്തേക്ക് കൂടെ ഇത്തരത്തിൽ തന്നെയായിരിക്കും കാലാവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതൊക്കെ മുന്നറിയിപ്പുകൾ, എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്? ജൽസി, ഒരു ഇടവേളയ്ക്ക് ശേഷം അങ്ങനെ കാലവർഷം വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ അലേർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നലെ നൽകിയ മുന്നറിയിപ്പുകൾ പ്രകാരം ഇന്ന് 7 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. അതിൽ തന്നെ 3 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. കോഴിക്കോടും കണ്ണൂരും കാസർഗോഡ് ജില്ലയിലുമാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും മഴ കനക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഓറഞ്ച് മുന്നറിയിപ്പിന് പുറമെ എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അങ്ങനെ 7 ജില്ലകളിലാണ് നിലവിൽ ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. 10 മണിക്കാണ് അടുത്ത അലേർട്ട് വരുന്നത്. അത് ചിലപ്പോൾ മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വടക്കൻ ജില്ലകളിൽ മഴ മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ല, തെക്കൻ ജില്ലകളിൽ മഴ മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ല എങ്കിൽ പോലും നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലൊക്കെ തന്നെയും രാവിലെ മുതൽക്ക് തന്നെ മഴ പെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും, പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണെങ്കിലും ഒക്കെ തന്നെയും മഴ പെയ്യുന്നുണ്ട്. ഇന്നലെയും ഒക്കെ ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഈ അലേർട്ട് മാറാനുള്ള സാധ്യത 10 മണിയോടെ കാണുന്നുണ്ട്. വടക്കൻ കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി നിലവിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ഒരു ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീന ഫലമായിട്ടാണ് നിലവിൽ സംസ്ഥാനത്തുടനീളം മഴ ലഭിക്കുന്നത്. കൂടുതലും വടക്കൻ കേരളത്തിൽ നിന്നാണ് ഈ ഒരു പാത്തിയുടെ തുടക്കം എന്നതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിൽ വരും മണിക്കൂറിൽ മഴ കൂടുതൽ ശക്തമാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. നിലവിൽ ഇപ്പോൾ 16-ാം തീയതി വരെ, അതായത് ചൊവ്വാഴ്ച വരെ മഴ ഉണ്ടാകുമെന്നാണ് ഈ മുന്നറിയിപ്പുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചൊവ്വാഴ്ച വരെ ഓറഞ്ച് മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ജില്ലകളിലുള്ള ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മധ്യ കേരളത്തിലുള്ള ആളുകളും വടക്കൻ കേരളത്തിലുള്ള ആളുകളും മഴയുമായി ബന്ധപ്പെട്ട കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു ആവശ്യകത തന്നെ നിലനിൽക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുത് എന്നൊരു മുന്നറിയിപ്പ് നിലവിൽ നൽകിയിട്ടുണ്ട്. കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്നാണ് നിലവിൽ ഇപ്പോൾ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് 16-ാം തീയതി വരെയും ഈ മത്സ്യത്തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് കടലിൽ പോകരുത് എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ തീരപ്രദേശത്തും മലയോര മേഖലകളിലും താമസിക്കുന്ന ആളുകൾ പ്രത്യേകമായി ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ജൽസി, തീർച്ചയായും സാന്ത്വന, ഇത്തരം മുന്നറിയിപ്പുകളൊക്കെ ശ്രദ്ധിക്കുക. കാരണം ഇനി കുറച്ച് ദിവസം മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പുകൾ കൂടിയാണ് വരുന്നത്. ഇനി വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ ഇന്നിപ്പോൾ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ തീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. സലാം മുഹമ്മദിനോട് കൂടെ വിവരങ്ങൾ ചോദിക്കാം. സലാം, എങ്ങനെയാണ് രാവിലത്തെ കാലാവസ്ഥ? മഴയുണ്ടോ? മറ്റു ജില്ലകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? ജിൽസി, അതിശക്തമായ മഴ തന്നെയാണ് വടക്കൻ കേരളത്തിൽ നിന്നുണ്ടാകുന്നത്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലടക്കം ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെ ഇന്നലെ രാത്രി മുതൽ ഇതുവരെ വളരെ ശക്തമായ മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഈ മഴക്കെടുതി കോഴിക്കോട് ജില്ലയിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലയോര മേഖലയിലും കൂടാതെ ഈ തീരദേശ മേഖലയിലും നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വെള്ളക്കെട്ട് നഗരത്തിലുണ്ട് എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ റിപ്പോർട്ട് ചെയ്ത ചില മഴക്കെടുതികളാണ്. ഒന്ന്, ശക്തമായ മഴയിൽ ചോറോട് പഞ്ചായത്ത്, അതായത് വടകരക്കടുത്തുള്ള ചോറോട് പഞ്ചായത്ത് എന്ന സ്ഥലത്ത് മീത്തലങ്ങാടി മുട്ടുങ്കൽ ഗവൺമെന്റ് LP സ്കൂളിന് സമീപത്ത് ഒരു തറോൽ മല എന്ന് പറയുന്ന ഒരു മല ഇടിഞ്ഞു വീണതാണ്. ഇതിന് സമീപത്ത് 2 വീടുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ബിന്ദു എന്ന ഒരു സ്ത്രീയുടെ വീടും മറ്റൊന്ന് താഴെ ഫാത്തിമ എന്ന ഒരാളുടെ വീടുമാണ് ഉണ്ടായിരുന്നത്. ഈ 2 വീടുകൾക്കും ഭീഷണി നിലവിലുണ്ട്. ഇവർ 2 പേരോടും മാറി താമസിക്കാൻ വില്ലേജ് അധികൃതരും പഞ്ചായത്ത് അധികൃതരും ഒക്കെ തന്നെ സ്ഥലത്തെത്തി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇവർ 2 പേരെയും മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റൊന്ന് ബാലുശ്ശേരിയിൽ ഉണ്ടായതാണ്. ബാലുശ്ശേരിയിൽ പനങ്ങാട് മുണ്ടക്കര ഗണേശൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു എന്ന ഒരു വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു. അത് ഇദ്ദേഹത്തിന്റെ സമീപത്തുള്ള അയൽവാസികളൊക്കെ തന്നെ വെള്ളമെടുക്കാൻ വേണ്ടി വരുന്ന ഒരു കിണറാണ്. ഈ കിണറാണ് ഇന്നലെ ഇടിച്ചു താഴ്ന്നത്. ഇത് ആ സമയത്ത്, അപകട സമയത്ത് ആരും തന്നെ ഉണ്ടാകാത്തത് കാരണമാണ് വലിയൊരു അപകടം ഒഴിവായത്. ഏതായാലും ഈ രീതിയിലുള്ള 2 മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ശക്തമായ മഴ തന്നെയാണ് കോഴിക്കോടും കണ്ണൂരും ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇതുവരെ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നഗരപ്രദേശങ്ങളിലും കൂടാതെ ഈ മലയോര മേഖലയിലും തീരദേശ മേഖലയിലും ഒക്കെ തന്നെ വലിയ ശക്തമായ മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജിൽസി.